മന്ത്രിമാരിൽ പലരും ഇത്തവണ പൊട്ടും. പിണറായി സർക്കാരിൽ 20 മന്ത്രിമാരിൽ പകുതിയോളം പേർ പൊട്ടും എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് അടിയിൽ നിന്ന് വരുന്നത്. എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ്, ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു വിലയിരുത്തലായിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത, കളമശ്ശേരിയിൽ പി രാജീവ് മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളാണ്, വ്യവസായ മന്ത്രിയാണ്, ലക്ഷം പേർക്ക് വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി തൊഴിൽ കൊടുത്തു എന്ന് അവകാശപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞ തൊഴിൽശാലകളൊന്നും ഈ നാട്ടിൽ എവിടെയും കണ്ടിട്ടില്ല. ലക്ഷക്കണക്കിന് പുതിയ തൊഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് വോട്ടുകൾ കിട്ടേണ്ടതാണ്. പക്ഷേ കളമശ്ശേരിയിൽ പൊട്ടും എന്നാണ് ഇപ്പോൾ അവസാനമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് കേൾക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു വിലയിരുത്തൽ വരുന്നത് വി അബ്ദുറഹിമാൻ എന്ന് പറയുന്ന അവരുടെ സ്പോർട്സിൻ്റെ മന്ത്രി, മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ മഹാനാണ്. മെസ്സി പോയിട്ട് മെസ്സിയുടെ പൊടി പോലും ഈ നാട്ടിലേക്ക് വന്നില്ല. മെസ്സി പറ്റിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ അവസാനം പറഞ്ഞത്. മെസ്സിയുടെ ആരാധകരായ തിരൂർക്കാർ എങ്ങനെയാണ് ഇതുവരെ വോട്ട് ചെയ്യുക? മെസ്സി പറ്റിച്ചു എന്ന് പറയുന്ന ആൾ മെസ്സിയുമായിട്ട് അദ്ദേഹം നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. മെസ്സി വരും എന്ന് വെറുതെ വാചകടിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ മെസ്സി പറ്റിച്ചു എന്ന് പറയുമ്പോൾ മെസ്സിയെ ആരാധിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് എങ്ങനെ വോട്ട് ചെയ്യും? അപ്പോൾ തിരൂര് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പരാജയപ്പെടാനാണ് ഇട എന്ന് തിരൂരിൽ നിന്നും വാർത്തകൾ വരുന്നു. അത് CPM-ൻ്റെ വിലയിരുത്തലായിട്ടാണ്, ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തലായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് താനൂരിൽ നിന്ന് ജയിച്ച അദ്ദേഹം തിരൂരിലേക്ക് മാറിയ തവണ. താനൂരിൽ നിന്നാൽ പൊട്ടും എന്ന് വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. കാരണം അവരൊരു തോണി അപകടത്തിൽ ഏതാണ്ട് 30-30ഓളം ആളുകൾ മരിച്ച തോണി അപകടത്തിൽ അബ്ദുറഹ്മാൻ ഒരു കണ്ണടച്ച് കളഞ്ഞു. അതിൻ്റെ അപകടത്തിന് ഉത്തരവാദിയായ ആളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമുള്ളതുകൊണ്ട് അവിടെ നിന്ന് മുങ്ങി തിരൂരിൽ പോയി.